ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത്രയും ദിവസം തുടങ്ങിയിട്ട് അനീഷിന് ഇത്രയും വയലന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. എന്താണ് സംഭവിച്ചത്? നമ്മുടെ ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും ടാസ്കിൽ വന്നായിരുന്നല്ലോ, ഹോട്ടൽ ടാസ്കിൽ വന്നു. ഇതിനിടയിൽ ഹൗസ് കീപ്പിംഗിന്റെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും, ഷിയാസിനെ മാറ്റി നിർത്താം, ശോഭ വിശ്വനാഥ് ജിസൈലിനോട് പറഞ്ഞു നമ്മുടെ അനീഷിനെ സ്റ്റാച്ചു ആയിട്ട് നിർത്തിയതിനു ശേഷം ലിപ്സ്റ്റിക്കും ബാക്കിയുള്ള മേക്കപ്പുകളെല്ലാം ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഇട്ടതിന് ശേഷം ഒരു കമന്റും പാസ് ഉണ്ടാക്കി വളരെ മ്ലേച്ഛമായി പറഞ്ഞു, ഇപ്പൊ നല്ല നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇനി നമുക്ക് ഇവരുടെ ഒരു റാമ്പ് വാക്ക് നടത്താം എന്നും പറഞ്ഞ് അനീഷിനോടൊപ്പം ഒരു റാമ്പ് വാക്ക് നടത്തി. പുള്ളിക്കാരൻ ഇതിൽ വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു. അതിനിടയിൽ തന്നെ നമ്മുടെ ഷിയാസ് പറയുന്നുണ്ട്, അനീഷിനെ എനിക്ക് ഹാൻസം ആയിട്ട് നിൽക്കുന്നതാണ്, ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാതെ ഹാൻസം ആയിട്ട് കാണുന്നതിനാണ് എനിക്കൊരു താല്പര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശോഭ പറയുന്നത് ഇല്ല, നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു ഡയലോഗും കാച്ചി. സോ അനീഷ് ആ മൊമെന്റിൽ മുതൽ തന്നെ അൺകംഫർട്ടബിൾ ആയിരുന്നു, മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് പ്രകടമായിരുന്നു, പുള്ളിക്കാരൻ ഒട്ടും പിടിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി പുള്ളിക്കാരൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ലക്ഷ്മി നമ്മുടെ കോയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തല്ലോ. കോയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ഇവർക്ക് ഇനഫ് ആയിട്ടുള്ള രീതിയിലുള്ള കോയിൻസ് കിട്ടിയിട്ടില്ല. കിച്ചൺ ടീമിനാണ് ഏറ്റവും കൂടുതൽ കോയിൻസ് പോയെന്നുള്ളതിന്റെ അനീഷിന്റെ പരാതിയാണ് തുടങ്ങിയത്. പക്ഷെ അനീഷിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ആക്ട് ചെയ്യിപ്പിച്ചിട്ട് പോലും ഒരു കൺസിഡറേഷൻ ലക്ഷ്മി കൊടുക്കാണ്ട് ഒരു പോയിന്റ് പോലും കൊടുത്തില്ല. അതിനെതിരെ ശക്തമായി അനീഷ് പ്രതികരിച്ചു. വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഭയങ്കര വഴക്കുണ്ടാക്കി. രാത്രി ഒന്നും ഭക്ഷണം പോലും കഴിച്ചില്ല. അവസാനം ഷിയാസ് വന്ന് കാല് പിടിച്ചതിന് ശേഷമാണ് ഭക്ഷണം കൊടുത്തത്. അതിനുശേഷം ഗുഡ് നൈറ്റ് പറയുന്ന സമയത്ത് അനീഷ് നമ്മുടെ ഷിയാസിനോട് മാത്രമാണ് ഗുഡ് നൈറ്റ് പറഞ്ഞത്, ശോഭയോട് ഗുഡ് നൈറ്റ് പറഞ്ഞില്ല. അപ്പൊ ശോഭ പോയി ഉടനെ അനീഷിനെ വിളിച്ചെടുത്ത് പേഴ്സണലായിട്ട് സംസാരിച്ചു. പിന്നെ കരഞ്ഞ് ശോഭ കടന്ന് കുറെ നാടക കരച്ചിലൊക്കെ കരയുന്നുണ്ടായിരുന്നു. കരച്ചു കഴിഞ്ഞ ശേഷം അനീഷിനോട് മാപ്പ് ചോദിച്ചു, ഞാൻ ചെയ്തത് തെറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ ടാസ്കിന്റെ ഇത് പ്രകാരം ചെയ്യിപ്പിച്ചതാണ്, അല്ലാതെ ഒന്നും അല്ലാതെ ടാസ്ക് ആയിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. അനീഷ് അങ്ങനെ ചെയ്തത് നോമിനേഷൻ പവർ വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ലക്ഷ്മി വീണ്ടും ഒരു അലിഗേഷനും ഉണ്ടായി. അങ്ങനെ ടോട്ടലി അൺകംഫർട്ടബിൾ ഡേ ആയിരുന്നു അനീഷ് എന്ന് പറയാം. പിന്നെ ചെയ്ത ആക്ടും ശോഭ ചെയ്യിപ്പിച്ച ആക്ടും തെറ്റാണെന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു.